ഇന്ന് നമ്മൾ ഉച്ചക്കത്തെ മീൽസ് കഴിക്കാനാണ് പോകുന്നത് സുപ്രഭാതം ദ വെജ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അത് നമ്മുടെ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്ത് ബോംബെ ഹോട്ടലിൻ്റെ അടുത്തായിട്ട് വരും. അവിടെ വർഷത്തിൽ 365 ദിവസവും നമുക്ക് സദ്യ കിട്ടും. എല്ലാ വിഭവങ്ങളും ഉണ്ടാവും. 2 ടൈപ്പ് പായസം, ബോളി ഒക്കെ ഉണ്ടാവും. ഇത് കൂടാതെ പിന്നെ അവിടെ വെജ് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. വെജ് ബിരിയാണീസ് പല ഐറ്റം, പനീർ, മഷ്റൂം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വെജ് ഐറ്റംസും ഉണ്ടാവും. പിന്നെ സദ്യയിൽ ഉള്ള ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഉപ്പ് തൊട്ട് എല്ലാം ഉണ്ട്. ശർക്കര ഉപ്പേരി, വറുത്തുപ്പേരി, കൊണ്ടാട്ടം, അച്ചാർ, പുളിയിഞ്ചി, ബീട്രൂട്ട് പച്ചടി, അതിൻ്റെ തൊട്ടടുത്തുള്ളത് പൈനാപ്പിൾ പച്ചടിയാണ്. പിന്നെ ക്യാബേജിൻ്റെ ഒരു തോരൻ, ഓലൻ, പിന്നെ ഒരു ഡിഷ് അതിൻ്റെ പേരിക്കറിയില്ല, കുറച്ച് മധുരമൊക്കെ ആയിട്ടൊരു സാധനം, പിന്നെ അവിയൽ, സാധാരണ വെള്ളരിയുടെ പച്ചടി, പിന്നെ ഒരുവിധം എല്ലാ സദ്യ ഐറ്റംസും ഉണ്ട്. പിന്നെ കൂട്ടുകറി, പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് എന്താ വെച്ചാൽ രസം, മോര്, കട്ട തൈര്, പിന്നെ 2 ടൈപ്പ് പായസമാണ് ആ ബൗളിൽ തന്നത്. ഫസ്റ്റ് നമുക്ക് നെയ്യും പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് സാമ്പാർ വരും. നല്ല സാമ്പാറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ കൂട്ടി, എനിക്കാണെങ്കിൽ സദ്യയിലെ ഓരോരോ ഐറ്റംസും സെപ്പറേറ്റ് കൂട്ടി കഴിക്കണം, എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്യില്ല. ഒരു പിടി സാമ്പാർ, പിന്നെ അടുത്ത ഒരു പിടിയിൽ പച്ചടി മാത്രം, അങ്ങനെ ഓരോന്നിലും ഓരോരോ ഒരിത്തിരി പപ്പടമൊക്കെ പൊടിച്ചിട്ട് അങ്ങനെയാണ് കഴിക്കുന്ന ഒരു സ്റ്റൈല്. ഇത് മത്തനും നമ്മുടെ വൻപയറും ഒക്കെ കൂടെയുള്ള ഒരു കറി. കൂട്ടുകറിയാണോ എന്ന് ചോദിച്ചാൽ ഒരു കൂട്ടുകറീൻ്റെ ടേസ്റ്റ് അല്ല അതിനുണ്ടായിരുന്നത്. അങ്ങനെ നല്ല മീൽസാണ്, നല്ല രസമാണ് കഴിക്കാൻ. സദ്യ കഴിക്കാൻ നമുക്ക് ആഗ്രഹം വരുമല്ലോ ഇടയ്ക്ക്, അന്നപ്പം കഴിക്കാം. അത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് ബോളിയൊക്കെ കൂട്ടിയിട്ട്, ബോളിയും അടപ്രഥമനുമാണ്. അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ ഒക്കെ ഉപ്പ് ബാലൻസ് ചെയ്യാനൊരു പപ്പടവും ഒക്കെ നമുക്ക് കൂട്ടി കഴിക്കാം. അതല്ലാണ്ട് ഒരു അരീൻ്റെ ഒരു പായസമുണ്ട്. പിന്നെ അതല്ലാതെ നമുക്ക് ഒരു ജിലേബി, നല്ല ഫ്രഷ് ക്രിസ്പി ജിലേബി കിട്ടും. നല്ല കൂട്ടി കുഴച്ച് കഴിക്കാം. കഴിഞ്ഞ ഒരു ഫുൾ കഴിക്കുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഫുള്ളാവും. അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഒരു ടേസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പുളിയിഞ്ചി എടുത്തതാണ്. അവിടെ ഒരാൾ പഴമൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട്. പായസം, പഴം, പപ്പടം, അതാണ് അവിടുത്തെ കോമ്പിനേഷൻ. എന്തായാലും ഫുൾ വയറ് നിറഞ്ഞു, സൂപ്പറാണ്.